ദൈവമേ, ജാമ്പവാന്റെ കാലത്തുള്ള സാധനങ്ങളും കണ്ടുപിടിച്ചോണ്ട് വരും. ഇതൊക്കെ ഇനി എന്ന് കേൾക്കാനാ? അല്ലെങ്കിൽ CD ഇറങ്ങി, USB ഉണ്ട്, അതങ്ങാണിട്ട് കേൾക്കാനുള്ളത്. വീണ്ടും പഴയ ടേപ്പ് റെക്കോർഡും റേഡിയോ ഒക്കെ പിടിച്ചോണ്ട് വന്നേക്കാണ്. ഇതൊന്നും നന്നാക്കി എന്ന് നന്നാവൂന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, ലാസ്റ്റ് ഒരു ശ്രമം. ഇതിനും കൂടെ ശരിയായി. ഇതെങ്ങനാ? എല്ലാം പോയി കിടക്കുക. പുല്ല്, എനിക്കൊന്നും വയ്യ. അപ്പൊ നിനക്ക് നന്നാവാൻ അറിയാല്ലേ? ഹലോ, രാജേഷേ, നിന്റെ റേഡിയോ നന്നാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങ് നന്നാക്കി. ഓക്കെ ഓക്കെ ഓക്കെ, പെട്ടെന്ന് വാ. ഹലോ, ഞാൻ ഇന്ന് പരിപാടിക്ക് വരും. വെളിയാ നാവായിക്കുളത്തല്ലയോ? ഞാൻ വരും വരും വരും. സാധനം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. വെച്ചോ വെച്ചോ. അതെ, സാധനം റെഡിയാക്കിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ വന്നപ്പോ കട ഓതിയായിരുന്നല്ലോ. ഇന്നലെ ഞാൻ ഈ സാധനം മേടിക്കാൻ പോയിരുന്നടാ. മദർ ബോർഡിന്റെ കംപ്ലൈന്റ് ആയിരുന്നു. അയ്യോ, എന്നിട്ട് ശരിയായോ? കോയമ്പത്തൂർന്ന് മദർ ബോർഡ് വരുത്തിച്ചു. എന്റെ സാധനം അതിന്റെ പേരിലാണ് ഞാൻ എത്ര റിസ്ക് എടുത്തത്. അറിയാലോ ചേട്ടനെ. ഓക്കെ, ഒരു 850 രൂപ. 850 രൂപ? ശരി, നീ ആയോണ്ട് ഒരു 100 രൂപ കുറച്ച് 750 രൂപ കൊടു. ഗൂഗിൾ പേ ചെയ്താൽ അത് മതി. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ ഓക്കെ, ചെയ്താ മതി. ദൈവമേ, ഇന്ന് അടി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാകാം. കമ്മിറ്റിക്കാർ അവള് വരാനുള്ള സമയമല്ലോ, കാണുന്നില്ലല്ലോ. ചേട്ടാ, താമസിച്ചു പോയി. ഓക്കെ, വണ്ടി. ഞാൻ എത്ര നേരം കൊണ്ട് കാത്തിരിക്കുക. ഒന്നാമത് നിന്റെ അച്ഛനില്ലാത്ത സമയത്ത് ഒന്ന് ശൃംഗരിക്കാൻ സമയം കിട്ടുന്നത്. എന്താന്നറിയോ, എനിക്ക് തയ്ച്ച തുണി 1-2 സ്ഥലത്ത് കൊടുക്കാനുണ്ടായിരുന്നു. അതാ താമസിച്ചത്. നിന്റെ അന്ത എവിടെ പോയി? അച്ഛൻ ബക്കിള് വാങ്ങിക്കാൻ പോയി കാണും. അയ്യോ, ഇതൊക്കെ കടയിൽ മേടിക്കാൻ കിട്ടും. എന്ത് പൂക്കള്? പൊക്കിളല്ലെന്ന്, ബക്കിള്. SA സാറിന്റെ ബെൽറ്റിന് വെക്കുന്ന ബക്കിള് വാങ്ങിക്കാൻ പോയതാ. ഞാനൊരു കേസ് പറയട്ടെ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറയാണ്ട് വീട്ടിലോട്ടൊന്ന് കല്യാണക്കാരി അവതരിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ. ഞാൻ എത്ര നാളായിട്ട് പറയും അച്ഛനെ ഒന്ന് ഇംപ്രസ് ചെയ്യുന്ന. അതൊന്നും ചെയ്യൂലല്ലോ. ആ കമ്പൾസർ പോയി കിടക്കുന്ന നിന്റെ അച്ഛനെ ഞാൻ എന്തോ ഇംപ്രസ് ചെയ്യിക്കാന്. ഇന്നലെ രാത്രി ഞാൻ 3-4 വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നല്ലോ മൊബൈലില്. നീ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ. എന്റെ ഫോണിലായിരുന്നോ? നിന്റെ ഫോണിൽ? അച്ഛൻ്റെ കയ്യിലായിരുന്നു. അയ്യോ, ചതിച്ചാ. പുള്ളി ഇതുവെല്ലാം കേട്ട് കാണൂ. എങ്ങനെയാക്കാൻ അച്ഛന് ചെവിയേക്കത്തില്ലല്ലോ. ഭാഗ്യം. അത്ര വലിയ ഭാഗ്യമൊന്നും പറയണ്ട. ഈ വലത്തെ സൈഡിനെ ഉള്ളു കുഴപ്പം. ഇടത്തെ സൈഡ് ചെറുതായിട്ട് കേക്കും. ചെറുതായിട്ടല്ല, ഞാൻ എന്ത് പറഞ്ഞാലും അത് ഒപ്പിയെടുക്കുമല്ലോ നിന്റെ താന്ത. അത് ചുണ്ടേ പിടിക്കും. പിടിക്കും. എന്തായാലും ഒന്ന് പറഞ്ഞ് കയറ്റി വെക്കണേ. നോക്കിപ്പോ. അയ്യോ, അതാണ് പുള്ളിയെ കാണാൻ കണ്ടോണ്ട് വന്നാ പിന്നെ അത് മതി. പിന്നെ അച്ഛനില്ലാത്ത സ്ഥിതിക്ക് എനിക്കൊരു ഷർട്ട് അടിക്കണം. തുണി എവിടെ? തുണിയൊക്കെ നാളെ മേടിച്ചോണ്ട് ആദ്യം ആ അളവെടുപ്പാൻ കഴിയട്ടെ. അളവേ അച്ഛൻ വന്നിട്ട് എടുക്കും. അതെന്ത്? അച്ഛന്റെ കയ്യില ടേപ്പ്. നീ ഉള്ളത് എന്തെങ്കിലും വെച്ചൊന്ന് അളവെടുത്ത ഈ റിബൺ മതി. ഉള്ളത് വെച്ച് നിനക്ക് എടുക്കാതല്ലേ ഉള്ളു. ഒന്ന് ഇങ്ങനെ പിടിക്കും. തയ്ച്ചു വെച്ചേക്കാം. അല്ലെങ്കിലും അങ്ങനെ ഇത്രയും നേരം തുറന്ന് മലത്തിയിട്ടപ്പോ ഒരുത്തനും വരണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് ഫ്ലോ. ഞാൻ TV നന്നാക്കുന്ന ഇവിടെ എന്തായി? സത്യം പറഞ്ഞ എന്താ സംഭവിച്ചത്? എന്ത് പറയുന്നു? ചോറ് നിന്നപ്പോഴേ ഒരു വെട്ടല് മണ്ടയ്ക്ക് ഒരു 2 തല്ല് കൊടുത്തപ്പോ അവിടെ നിന്ന്. ഒരു കാര്യം ചെയ്യ്, പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു വാ. ശരിയാക്കി വെച്ചേക്കണം. ശരിയാക്കി വെച്ചേക്കാം. ഇപ്പൊ ഞാൻ ശരിയാക്കി വെച്ചേക്കാടാ. എന്റെ പഞ്ചാര അടിച്ചോണ്ടിരുന്ന ഫ്ലോ കളഞ്ഞവനെ. ലക്ഷ്മി, സർപ്രൈസ് ആണ്. ഇവിടെയൊക്കെ CCTV ഒക്കെ ഉണ്ട്. അതിന് വേറെ ഒന്നുമില്ല. വന്നെ എന്തുവാ? പണ്ട് നിനക്ക് ഓർമ്മയുണ്ടോന്ന് നമ്മൾ മണ്ണപ്പം ചുട്ട് കളഞ്ഞത്? പിന്നെ അതൊക്കെ എങ്ങനെ മറക്കാനാ? അന്ന് നമ്മുടെ തീപ്പെട്ടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത ഓർമ്മയുണ്ടോ? ആ ഓർമ്മയ്ക്ക്, പഴയ ഓർമ്മയ്ക്ക് ഞാനൊരു ഫോണിങ് പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. ചെവിയിൽ വെച്ച്. ഹലോ ഹലോ, ആരാ? ഞാൻ ലക്ഷ്മിയാ. ഓ, അവിടെ ആരാ? ഇവിടെ ലക്ഷ്മിയെ കെട്ടാൻ പോകുന്നത് ചെറുക്കനാ. ആ ചെറുക്കന്റെ പേരെന്ന് പറഞ്ഞേ? ആ ചെറുക്കനെ കുമാറെന്ന് പറയും. പിന്നെ നിന്റെ തന്ത കാണാതെ ഞാൻ നിന്നെയും കുത്തിക്കൊണ്ട് പറക്കും ഒരു ദിവസം. എന്താ പറക്കാത്തത്? അതെന്താ? എന്റെ ജീവനല്ലേ. പെട്ടെന്ന് പറക്കണോ? ഞാൻ അറിയാതെ എന്റെ കടയുടെ ഉദ്ഘാടനം ഞാൻ ഉദ്ഘാടനം ചെയ്തേക്കാം. ഞാൻ തന്നെ ഹണി റോസ്. നിന്നോട് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് കട വന്ന് നിൽക്കരുത്. കേറിയാത്തോണ്ട്
ഇവിടെ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കൊച്ചിനെ നോക്കുക വർത്താനം പറയാ ചെയ്ത മുട്ടിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. ഞാൻ പറഞ്ഞേക്കാം. അച്ഛാ പറയാത്ത അവള് ഞാനില്ലാതെ വന്നേക്കും നമുക്ക്. അതെ ഭാവി അമ്മായിപ്പനായോണ്ടാണ് ക്ഷമിക്കുന്നത്. ആ ഭാവി എന്നോടും പാതാളം അത് തന്നെ കറക്റ്റ്. നീ അവിടെ പോയി വണ്ടി ഇടിച്ച് ആവും. സതീശൻ ഷർട്ടിന്റെ അളവുണ്ട് തന്നായിരുന്നു. കൊണ്ടുവന്ന് തന്ന് ആ തുണി എടുത്ത് കൊണ്ട് നോക്ക്. ഇതിനകത്ത് നൂലിട്ടായിരുന്നോടി? നൂലിട്ടില്ല, ഞാൻ ഇടാം. അതെ നിന്റെ അച്ഛനോടൊരു വാക്ക് പറയണം. അത് ഈ സൈഡ് പറഞ്ഞ പറ്റൂല, ഇപ്പുറത്തെ സൈഡ് പറഞ്ഞു. നിങ്ങൾ എന്താ ചോദിച്ചത്? ഇതോ നിങ്ങൾ എന്താ ചോദിച്ചത്? നീ ഇന്നേ വരെ ഒരു ടിവിയെ പിടിച്ചോ എന്തെങ്കിലും നന്നാക്കി റെഡിയാക്കിയിട്ടുണ്ടോന്നാ ചോദിച്ചത്. നിങ്ങൾ അനിയനുണ്ടല്ലോ രഘു, രഘുവിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു നോക്ക്. ഇന്നലെ അവിടെ ഹോളിംബെല്ല് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയി അന്തസായിട്ട് അവിടെ ഹോളിംബെല്ല് നന്നാക്കി കൊടുത്ത് ഇന്ന് രാവിലെ അവിടെ പൈസ മേടിക്കാനും പോകണം. ഇനി അങ്ങോട്ട് ചെല്ലരുത് നീ അങ്ങോട്ട്. അവൻ രാവിലെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞു? നീ ശരിയാക്കി കൊടുത്തില്ല ഹോളിംബെല്ലില്ലേ, ആ സ്വിച്ച് ഇടുമ്പം കിണറ്റിലെ മോട്ടർ വെള്ളം അടിച്ച് ടാങ്കിൽ എത്തിക്കുക. അത് പോട്ടത് വെക്കാം. ഫാന്റെ സ്വിച്ച് ഇടുമ്പം അടുക്കളയിൽ മിക്സി പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങുന്നത്. നീ അവന്റെ വായിലൊന്നും ചാടി കൊടുക്കല്ലേടാ. ഇലക്ട്രോണിക്സ് വർക്ക് എന്ന് പറയുന്നതേ 2 വയറിനകത്തുള്ള പരിപാടിയാ. ശാസ്ത്രജ്ഞൻ കളിക്കാതെ നീ പോ. കുമാറേ കൊച്ചിയുടെ കാര്യം എന്തായി? അടിച്ചങ്ങ് പൊട്ടിച്ചാൽ ശരിയാക്കില്ലേ? ഇത് ശരിയാക്കണോന്ന് പറഞ്ഞ കാര്യമുള്ള കാര്യമാണ്. ഇത് സമയം എടുക്കും. ആണോ? അവിടെ കാണാം ഇരി ഏത് സമയം കൊച്ചു ടി വി പകരത്തിന് ഏതെങ്കിലും ടി വി എന്നാ മതിയോ? അത് പറ്റിയല്ലേ, ഇതന്നെ വേണം. വേറെയും കൊടുക്കാനുണ്ട്. നിങ്ങളൊക്കെ സാധനങ്ങൾ മേടിച്ച് കൊടുക്കാം. നിയമസഭയിൽ സ്പീക്കറിനും കംപ്ലൈന്റ് ഇല്ലേ? ഒച്ചത്തൊന്നും വായിച്ചില്ല. എന്തുവായിരുന്നു നിയമസഭയിലെ സ്പീക്കറിനും കംപ്ലൈന്റ്? എന്നാ ഈ നാറിയായിരിക്കും അത് റെഡിയാക്കിയത്. ഇവൻ കൈ തൊട്ട് കഴിഞ്ഞാൽ ഒരു സാധനം റെഡിയാക്കില്ല. എന്റെ പൊന്നു കുഞ്ഞ്, നീ ടി വി എവിടെയും വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക കേട്ടോ. ആ രാജേഷിന്റെ കാര്യം തന്നെ ഞാൻ ഈ പറഞ്ഞത്. ആ രാജേഷിന്റെ കടയെ കൊണ്ട് കൊടുറാ. ആരാ പറഞ്ഞ കേൾവിയില്ലാന്ന്? ആരാ പറഞ്ഞ? കുമാറേ, ഇങ്ങനെ പോയാ പുള്ളി ലക്ഷ്മി നിനക്ക് കിട്ടിച്ചേരിയല്ല. പുള്ളി കട്ട കലിപ്പാണ് ആള്. അതെ വേറൊരു കേസുണ്ട്. ഞാൻ എത്ര നേരമായിട്ട് പറയും ഒന്ന് ഇംപ്രസ് ചെയ്യുന്നു. ആ ഇംപ്രസ് ചെയ്യുന്ന കാര്യം തന്നെ. നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാൻ പറ്റാത്തല്ലേ. അച്ഛന് ചെവി കേൾക്കുന്ന ഒരു വിഷയം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യം. അത് കൊടുക്കുമ്പോ നിന്റെ അച്ഛൻ എന്നോടുള്ള ദേഷ്യം മാറും. ചെവി കേൾക്കും അച്ഛന്. എന്തായാലും നീ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച വഴി നീ ഒന്നു പറഞ്ഞോട്. വേണമെങ്കിൽ ഞാനോ അത് ചെന്നൊന്ന് പറ. അത് ഈ പിടിച്ചാൽ നമ്മൾ ഓക്കെയാ. അമ്മാവോ, അച്ഛാ ചെവിയുടെ കാര്യമൊക്കെ എങ്ങനെ പോകുന്നു? ചെവിയുടെ കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ സൂനി. നമുക്ക് ആ ചെവി ശരിയാക്കാം. എങ്ങനെ ചെവി ശരിയാക്കാം? കാണാത്ത ഡോക്ടർമാരില്ലെന്ന് ഇപ്പൊ ശരിയാകത്തില്ലെന്നല്ലേ. കുഴപ്പമില്ല. ചെവി കേൾക്കുന്ന ഒരു മെഷീൻ കണ്ടുപിടിച്ചു സായിപ്പാ. അച്ഛന്റെ ചെവി കേൾക്കാൻ പറ്റുന്ന ഒരു മെഷീനെ കുമാറേട്ടൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കൊള്ളത്തൊന്നുമില്ല. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും. എന്റെ അച്ഛാ, കുമാറേട്ടൻ മോശക്കാരനായിരിക്കും, പക്ഷെ മെഷീൻ സൂപ്പറാ. ആണോ? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാന്ന്. അവന്റെ ആണെന്ന് ഞാൻ വെക്കുന്നൊന്നുമില്ല. അച്ഛാ കഷ്ടമല്ലേ ഒന്നും വക്ക്. അച്ഛാ ഒന്ന് നോക്കാച്ചാ. നിങ്ങളെ നിർബന്ധിച്ചോണ്ടാട്ടോ. അല്ലെ ഞാൻ ചെയ്തില്ല. എനിക്ക് അവന്റെ സാധനം ഒന്നും വേണ്ട. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ എത്ര നാൾ ഉറക്കം ഒഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്. പക്ഷെ ഇത് സക്സസ് ആയ എന്നെ കെട്ടിച്ചേരണമെന്ന് പറ. ഇത് സക്സസ് ആയ അച്ഛൻ ഞങ്ങളുടെ കല്യാണം നടത്തി തരണോന്ന്. അതൊന്നും ശരിയാത്തില്ല. എന്തു അച്ഛാ? അത് നോക്കട്ടെ. എനിക്ക് നല്ലതായിട്ട് കേൾക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെയാണോ? കേൾപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റ്. സംഭവം ഇത് ഇയാളെ ചെവി കേൾപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. എന്റെ പെണ്ണിനെ കെട്ടാൻ എനിക്ക് വേറെ നിവർത്തിയില്ല. എന്റെ ദേഹത്ത് തൊടരുത്. ഇതിപ്പോ ദേഹത്ത് തൊടാതെ എങ്ങനെയാണ് ഞാനിത് വെക്കുന്നത്? തൊട്ടോട്ടെ അച്ഛാ. എനിക്ക് ഇക്കിളിയാണ് അത് മോളെ, അതുകൊണ്ടാണ്. ഞാൻ കൈ പിടിച്ച കുഴപ്പമില്ല. പിടിക്കണ്ട. ഈ മുടി ഇങ്ങനെ സൈഡിൽ എന്താ 20 വർഷമായില്ലേ ഭാര്യ മരിച്ചിട്ട്? ഞാൻ ഓണാക്കിയില്ല. ഒന്ന് കൊടുത്തോട്ടെ, ഒന്ന് കണക്ഷൻ കൊടുത്തോട്ടെ. ഇല്ല, നീ പറഞ്ഞോട്ടോ ഇത് കേട്ടോ. എനിക്ക് താല്പര്യമൊന്നുമില്ല. ഒന്ന് പറയുന്നേ. ഓക്കെ, ഇതൊക്കെ ശരിയാകും. ഇതൊക്കെ ശരിയാവും. ഇവിടെ വന്ന് അടുത്ത് ഞാനൊരു ഞെക്കുമ്പോ ഓണാക്കുമ്പോ അച്ഛൻ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വാചകമായിരിക്കണം. അപ്പൊ അച്ഛൻ നമ്മൾ പ്യൂറായിട്ട് കേൾക്കാം. അച്ഛന് ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കുന്നതാ. അച്ഛന് ഫുഡ് ഇഷ്ടം. അങ്ങനത്തെ ഒരു പാട്ട് ഞാൻ പാടട്ടെ. അങ്ങനെ ഇട്ടോ ഫുൾ റേഞ്ചിൽ ഇടാൻ പോവാണ്. 1 2 ഇത് ശരിയായില്ലെങ്കിൽ പിന്നെ നോക്കണ്ട. 3 ഉത്തപ്പം വേണോ പെണ്ണേ ബോണ്ട വേണോ ഇത്താപ്പ ചേട്ടൻ നല്ല മുട്ടു വേണോ
തപ്പുചേട്ടൻ തന്ന പുട്ടുമേളം. നൽകിയിടാം പാൽപ്പായസം. വീണ് വീണ് തിന്നെ. ഞാൻ പറഞ്ഞില്ലേ ആ പാട്ട് കേട്ടപ്പോ ഡാൻസ് കളിച്ചെങ്കിൽ അച്ഛനൊക്കെ അല്ലെങ്കിൽ ഡാൻസ് വീണ്ടും കളിക്കുക പാട്ട് തീർന്നത് എന്ന് മതി പറഞ്ഞു. മതി അച്ഛാ മതി 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 മതി. അയ്യോ. അയ്യോ. എന്തോ കുമാരേട്ടാ ഇത്? അച്ഛന് ചെറിയ ഷോക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്ര വലിയ ഇലക്ട്രിക് ഷോക്കാണ് കൊടുത്തത്. ഈ ഷോക്കല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റു രീതിയിലുള്ള ഷോക്കാ. പക്ഷെ ഈ ഷോക്ക് ആയിപ്പോയതാ. അയ്യോ എന്നെ നോക്ക്. അച്ഛാ അച്ഛാ എഴുന്നേക്ക്. ചെവി കൂടെ ഡയറക്റ്റ് അങ്ങ് ബ്രെയിനിൽ ചെന്നതുകൊണ്ട് ചെവി കൂടെ ഡയറക്റ്റ്. അയ്യോ, നേരത്തെ കേൾവിക്ക് മാത്രം കുഴപ്പമുണ്ടെന്നുള്ളൂ. ഇപ്പൊ നാക്കും വെക്കാൻ പറ്റുന്നില്ല, ഒരു സൈഡ് തളർന്നും പോയി. നീ എന്നാണ് കാണിച്ചടാ? ഇനി വാടാ വൃത്തിയേട്ടവനെന്നല്ലേ എനിക്കത് മനസ്സിലായി. അടുത്ത പ്രാവശ്യം വേറൊരെണ്ണം ട്രൈ ചെയ്താ പോരെ ഞാൻ. അത് തളർന്ന കൈയല്ലേ, പിന്നെ എന്തിനാ പൊക്കണം? എന്ത് പറ്റി ചേട്ടാ? ഇതാ, എന്ത് പറ്റി ചേട്ടാ? എന്തെങ്കിലും ഒന്ന് വാദം അത് പറയടി. എന്ത് പറ്റി ചേട്ടാന്ന്? എന്താണറിയില്ല, നിന്റെ അച്ഛനെ പോലെ ഇപ്പൊ എനിക്കും ചെവിയിലൊരു മൂളല് പോലെ.